പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കാനൊന്നുമില്ല. അവസാനത്തിൽ വിമർശിച്ചതെന്താ? അൽമനാറിൽ പരസ്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചത്? യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമഃ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ത് കാണുകയാണെങ്കിലും നാരായണന്റെ പ്രതിമ, എന്ത് കേൾക്കുകയാണെങ്കിലും നാരായണൻ പറഞ്ഞത്, നാരായണൻ ചൊല്ലിയത്, എന്ത് പറയുകയാണെങ്കിലും എന്ത് ചൊല്ലുകയാണെങ്കിലും മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പതിവ് നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ. ഈ വലിയനെ എന്തിനാണ് ഇത്രമാത്രം അപമാനിച്ചത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അള്ളാനെ വികലാംഗനാക്കിയ നിങ്ങൾ, പഴയ കാലത്ത് സാധാരണ ജനങ്ങൾ പറയാറുണ്ട് മുജാഹിദ് വന്നതിന് ശേഷമാണ് അള്ളാഹ്ക്ക് പണിയായത് എന്ന്. കാരണം മുജാഹിദ് എഴുതിച്ചില്ലേ, വലത് കയ്യിൽ ആകാശം, ഇടത് കയ്യിൽ ഭൂമി. അള്ളാന്റെ ഒരു കഷ്ടപ്പാട് നോക്കി നിങ്ങൾ. മുജാഹിദ് ഏൽപ്പിച്ചു കൊടുത്ത പണിയാണ് ഇപ്പത് അള്ളാഹ്ക്ക്. ഇത് പിടിച്ചോ, ആകാശം പിടിച്ചോ വലത് കയ്യിൽ, ഇടത് കയ്യിൽ ഭൂമി പിടിച്ചോ. ഇപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ഒരു വിഷയം അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പറ്റില്ല. എന്താ അല്ലാഹ് പറഞ്ഞത്? ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നന്മ സമ്മാനിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്. അപ്പൊ നന്മ വിതച്ചതിന് ശേഷം അവിടെ നിങ്ങൾ തിന്മ വിതറരുത് എന്ന് അല്ലാഹ് പറഞ്ഞത് അവർക്ക് പറ്റില്ല. കാരണം ഒരുപാട് കുഴപ്പം അവർക്ക് ഉണ്ടാകണം. അപ്പൊ എന്ത് ചെയ്തു? തൽക്കാലം ഭൂമി വേറെ ആള് ഏൽപ്പിച്ച് ആ ഇടത് കൈ ഇങ്ങോട്ട് എടുത്തിട്ട് വലത് ഭാഗത്തേക്കാണ് ഫിറ്റ് ചെയ്ത്. ഇപ്പൊ വലത് ഭാഗത്ത് എത്ര കൈ? 2 കൈ. സക്കരിയ സ്വലാഹി പറയുന്നു വലത് അല്ലാഹുവിനിക്ക് 2 കൈ ഉണ്ടെന്നും 2ഉം വലത് ഭാഗത്താണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ല എന്നും ഹദീസിൽ വന്നിരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതാണ് ഹദീസ്? അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെന്നോ? തോന്നിവാസമല്ലേ ഈ പറയുന്നത്? കടുത്ത തെറ്റല്ലേ ഈ പറയുന്നത്? ആർക്ക് ധൈര്യമുണ്ടെന്ന് കാണിച്ചു തരാൻ? അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തൊരു അബദ്ധമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം കൊണ്ട് ഒരു മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. മക്കയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോ ഒരു വിഭാഗം ലാത്തയുടെ മുമ്പിൽ പൂജയർപ്പിക്കുകയാണ്, മറ്റൊരു വിഭാഗം ഉസ്സയുടെ മുമ്പിൽ പൂജയർപ്പിക്കുകയാണ്, വേറൊരു വിഭാഗം മനാത്തയുടെയും മണ്ണാങ്കത്തയുടെയും മുന്നിൽ പൂജയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പിന്നിൽ ചെന്നിട്ട് പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിലൊന്നും നിങ്ങൾ ആരാധിക്കരുത്. പിന്നെ ഞങ്ങൾ എന്തിൽ ആരാധിക്കണം? നിങ്ങൾ ആരാധിക്കേണ്ടത് യഥാർത്ഥത്തിൽ വികലാംഗനായ ഒരു അല്ലാഹു. ഏതല്ലാഹ്? ഇടതു ഭാഗത്ത് കൈയില്ലാത്ത വലതു ഭാഗത്ത് 2 കൈ ഉള്ള ഒരു വികലാംഗനായ അല്ലാഹുണ്ട്. ആ അല്ലാഹുവിൽ നിങ്ങൾ ആരാധിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുമോ? കാരണം ആരാധിക്കുന്നത് എനിക്ക് 2 കൈ ഉണ്ട്, ഒന്ന് വലത് ഭാഗത്ത് ഒന്ന് ഇടത് ഭാഗത്ത്, ഒരു അംഗവൈകല്യമില്ല. നല്ല 1-ാം നമ്പർ മൂക്ക്, ചെവി, കണ്ണ്, ചന്തി, പല എല്ലാം വളരെ കൃത്യമായി ഉള്ള വിഗ്രഹം. ആ വിഗ്രഹത്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്നവരുടെ പിന്നിൽ ചെന്ന് റസൂൽ പറയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ ഇതിൽ ആരാധിക്കരുത്. വികലാംഗനായ ഒരു അള്ളയുണ്ട്. എവിടെ? അത് കാണൂല. എന്നാൽ അള്ളാന്റെ ഗോലെന്താ? ഇടത് ഭാഗത്ത് കൈയില്ല. ഓക്കെ, വലത് ഭാഗത്താണ് ആ കൈയുള്ളത്. 2 കൈ ഇപ്പം വെച്ചിട്ടുള്ളത് വലത് ഭാഗത്താണ്. അങ്ങനത്തെ ഒരു അള്ളയാണ് എന്ന് റസൂലുള്ള പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കിട്ടുമോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. എന്തൊരു തോന്നിവാസമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, കളിച്ച് കളിച്ച് വല്യാപ്പയുടെ താടിമ്മ കളിച്ചു എന്ന് പറഞ്ഞതുപോലെ നേരത്തെയൊക്കെ റസൂലുള്ളാഹിന്റെ മേലായിരുന്നു കളി ഉണ്ടായിരുന്നത്. ഇപ്പൊ അവര് കളിച്ചിട്ട് അള്ളാഹിന്റെ മേൽ എത്തിയിരിക്കുകയാണ്. ചില ഇബാറത്ത് തിരിയൂല, അർത്ഥം വെക്കാൻ കിട്ടൂല. അപ്പൊ മലയാള ഡിക്ഷണറി മറച്ചു വെച്ചിട്ട് അങ്ങനെ അർത്ഥം വെച്ച് ഇസ്ലാം പ്രചരിപ്പിക്കുക. അതല്ലേ നമ്മളെ കോട്ടക്ക സംഭവത്തിൽ വന്ന കേട്. സയ്യിദ് എന്നതിന്റെ മാനം എന്താ തിരിയില്ല. പറഞ്ഞ ആളാറാ നോക്കട്ടെ, റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് റസൂലുള്ള പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ലേ? ജവാമിഉൽ കലിം എന്ന് പറയുന്ന ഒരു മഹത്തായ സാഹിത്യവുമായി എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ജവാമിഉൽ കലിമിന്റെ പ്രത്യേകത? വാചകങ്ങൾ ചുരുക്കി ആശയം പ്രവിശാലമാകും രൂപത്തിൽ സംസാരിക്കാനുള്ള കഴിവ്. സയ്യിദ് എന്ന 4 അക്ഷരേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ അക്ഷരത്തിൽ ഉള്ളതോ
ഹുവല്ലദീ യുഫ്സൽ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി ഫയതഹമ്മലു അൻഹും മകാരിഹു വയദ്ഫഉഹാ അൻഹും എന്ന് തുടങ്ങി പ്രവിശാലമായ അർത്ഥം ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ വ്യാഖ്യാനിച്ചത് കാണാം. അപ്പോ ഹദീസ് മനസ്സിലായില്ല, ഡിക്ഷണറി മറിച്ചിരുന്നിട്ട് എന്തൊക്കെ അർത്ഥം വെച്ച് പോരുകയാണ്. ഇതല്ലേ നിങ്ങൾക്ക് പറ്റിയ കേട്. മുമ്പൊരു